നമ്മൾ മനസ്സിലാക്കുന്നത് സങ്കീർത്തന ഗ്രന്ഥങ്ങളിലെ വിലാപ സങ്കീർത്തനത്തെ കുറിച്ചാണ്. വിലാപ സങ്കീർത്തനങ്ങൾ നാം കേൾക്കുന്നത് പോലെ ആ പേരിൽ മനസ്സിലാക്കുന്നത് പോലെയല്ല. വിലാപ സങ്കീർത്തനത്തിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ട ഒത്തിരി അനുഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ വലിയ നിധിയിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. വിലാപ സങ്കീർത്തനങ്ങൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. വ്യക്തിഗത വിലാപങ്ങളുണ്ട്, സമൂഹ വിലാപങ്ങളുണ്ട്. വ്യക്തിഗത വിലാപങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗം, പാപം, ശത്രുക്കൾ, അന്യായമായ കുറ്റാരോപണം, ഉത്കണ്ഠ, വാർദ്ധക്യം തുടങ്ങി വ്യക്തിപരമായി അനുഭവപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു വ്യക്തിക്ക് വലിയ ദുഃഖ കാരണമായേക്കാം, വിലാപമായേക്കാം. സഭാ പാരമ്പര്യത്തിലുള്ള അനുതാപ കീർത്തനങ്ങളിൽ 6 ഈ ഗണത്തിൽപ്പെടുന്നു. അതായത് സങ്കീർത്തനം 6, 38, 51, 102, 130, 143 ഇവയെല്ലാം വ്യക്തിഗത വിലാപ കീർത്തനങ്ങളാണ്. കൂടാതെ വ്യക്തിഗത വിലാപ കീർത്തനങ്ങൾ പറയുകയാണ്. സങ്കീർത്തനം 3 മുതൽ 7 വരെ, 13, 17, 22, 25, 26, 27, 7 മുതൽ 14 വരെ, 28, 31, 35, 38, 39, 42, 43, 51, 54, 59, 61, 63, 64, 69 മുതൽ 71 വരെ, 86, 88, 102, 109, 120, 130, 140 മുതൽ 143 വരെ. ഇത്രയും കാര്യങ്ങള് സങ്കീർത്തനങ്ങള് വ്യക്തിഗത വിലാപത്തിൽ പെടുന്നു. സമൂഹ വിലാപങ്ങൾ. സമൂഹ വിലാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ, ഒരു പട്ടണത്തിന്റെ അല്ലെ ദേവാലയത്തിന്റെ നാശം, വിപ്രവാസം, യുദ്ധം, പ്രതിസന്ധി, വരൾച്ച, വിളനാശം, വ്യാധികള്, പട്ടിണി, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയുടെ പിന്നില് സമൂഹം ഒന്നാകെ ഒന്നു ചേർന്നുള്ള വിലാപമാണ് വിലാപ സങ്കീർത്തനത്തിന് പിന്നില്. യെശയ്യാ 58, 3 മുതൽ 5 വരെ, ജെറമിയ 14, 12, നെഹെമ്യ 9, 1 വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളെല്ലാം ഈ ശൈലി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നെഹെമ്യ 9:1 പ്രകാരം നാം വായിക്കുന്നു: ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. ജെറമിയ 14:12 അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല, അവരുടെ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല എന്ന് വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് വിലാപ കീർത്തനങ്ങളുടെ പൊതുവായിട്ടുള്ള രൂപമാണ്. വിലാപ കീർത്തനങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരു പൊതുഘടന എല്ലാ വിലാപ കീർത്തനങ്ങൾക്കും ഉണ്ട്. ഒന്നാമത്തെ, കർത്താവിനോടുള്ള അഭിസംബോധന, പ്രശ്ന അവതരണം, ദൈവികമായ ഇടപെടലിന് വേണ്ടിയുള്ള വാദഗതികൾ, കർത്തൃമകത്വം നേരിടുന്ന വെല്ലുവിളി, ശത്രുവിന്റെ പ്രകോപനപരമായ വാക്കുകൾ, സങ്കീർത്തകന്റെ സ്വന്തം വാദങ്ങൾ, പരാതി അഥവാ അഭ്യർത്ഥനയാണ് ഈ ഗണത്തിലെ മുഖ്യ രൂപം. കർത്താവിലുള്ള ശരണവും ആത്മവിശ്വാസവും പ്രകടമാക്കൽ, ദൈവത്തെ പ്രകീർത്തിക്കാനോ ബലിയർപ്പിക്കാനുള്ള നേർച്ച അഥവാ വാഗ്ദാനം. നമുക്ക് ഇവയെല്ലാം കേൾക്കുമ്പോൾ വലിയൊരു കുറെ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് തോന്നാമെങ്കിലും ഇത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വിലാപ സങ്കീർത്തനം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകും, നമ്മൾ ഓർക്കാപ്പുറത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടതുമായിട്ട് ഒരു വലിയൊരു വിഷമത്തിൽ നമ്മളാകും. അല്ലെങ്കിൽ മറ്റുള്ള ആരിൽ നിന്നായാലും നമുക്കൊരു വാക്കുകൾ മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു വിഷമം നമ്മുടെ മനസ്സിനെ അതേറെ വിഷമിപ്പിച്ചു. അപ്പൊ നമ്മൾ ചാപ്പൽ ഈശോയുടെ ചെല്ലുവാണ്, നമ്മൾ ഈശോയോട് പറയാണ്, എൻ്റെ കർത്താവെ, എൻ്റെ ഈശോയെ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ പറയണത് അല്ലേ? ഈശോയെ അങ്ങനെ വിളിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, എൻ്റെ ഈശോയെ. എന്നിട്ട് നമ്മൾ പറയാം, എൻ്റെ പൊന്ന് കർത്താവെ, എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി, സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ വിഷമം അങ്ങോട്ട് അവതരിപ്പിക്കുന്നു. ഒന്ന്, കർത്താവിനുള്ള അഭിസംബോധന. 2, പ്രശ്ന അവതരണം. എന്നിട്ട് പിന്നെ നമ്മൾ പറയുകയാണ്, എൻ്റെ കർത്താവെ, ഇത് പറ്റത്തില്ല, ഇത് ഈശോ ഇടപെടണം, എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആ ഈശോയോട് പറയുവാണ്. വീണ്ടും കർത്തൃമകത്വം നേരിടുന്ന വെല്ലുവിളി,
അപ്പൊ നമ്മൾ പറയാണ്, കർത്താവെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ എനിക്കല്ല പ്രശ്നം, ഇത് നിനക്കാണ് പ്രശ്നം. അതായത് ദൈവത്തിന് മഹത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ കർത്താവിനോട് പറയുന്നു. പിന്നെ നമ്മള് ശത്രുവിന്റെ പ്രകോപനപരമായ വാക്കുകൾ, എൻ്റെ പൊന്ന് കർത്താവെ ഓർക്കാൻ പോലും മേല, എന്തൊക്കെ വാക്കാ എന്നോട് പറഞ്ഞെന്നറിയോ, എന്തൊക്കെ വാക്കുകളാണെന്ന്. എനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നി പറഞ്ഞ അവര് പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ കർത്താവിനോട് പറയുക. പിന്നെ സങ്കീർത്തകന്റെ സ്വന്തം വാദം ആ സ്വന്തമായിട്ട് പറയുവാണ്. നമ്മൾ പറയാണ്, കർത്താവെ ഇത് ശരിയായോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, തെറ്റായി പോയില്ലേ അവർ ചെയ്തത്, നമ്മുടെ സ്വന്തം വാദങ്ങൾ പറയുകയാണ്. ഇനി പരാതി അഥവാ അഭ്യർത്ഥന, നമ്മള് ഈ സങ്കീർത്തന സ്വന്തം വാദങ്ങളില് തമ്പുരാനോട് പറയാം, കർത്താവെ എന്തൊക്കെയാ മാറ്റേണ്ടത്, ഈശോ ഇത് മാറ്റി തരണം കേട്ടോ, ഇത് വലിയ പ്രശ്നമാകട്ടോ, ഇങ്ങനെ പോയാല് ദൈവത്തോട് അഭ്യർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക. നമ്മൾ അങ്ങനെയല്ല പ്രാർത്ഥിച്ചെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിന്റെ ഒരു ഭാവമാണ് കർത്താവിലുള്ള ശരണവും ആത്മവിശ്വാസം പ്രകടമാക്കില്ല. അങ്ങനെ എല്ലാം ആയിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാകും. അന്നപ്പോഴേ എന്താവും, നമ്മുടെ മനസ്സിൽ നല്ല ശരണവും നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. അപ്പോഴേ ഇങ്ങനെ വന്നപ്പോഴത്തേന് മനസ്സൊക്കെ ശാന്തമായി, ഇങ്ങോട്ട് കയറിപ്പോയ ആളല്ല ഇപ്പൊ ആയിരിക്കുന്നത്, വേറൊരാളായിപ്പോയി. അതുകൊണ്ട് അവസാനം എന്താ പറയുന്നത്, ദൈവത്തെ പ്രകീർത്തിക്കാനും ബലിയർപ്പിക്കാനുള്ള നേർച്ച, അത് വാഗ്ദാനം. അപ്പം വലിയ പ്രശ്നമായിട്ടോട് അകത്ത് പോയതാണ്, ഈശോ അടുത്തേക്ക് പോയതാണ്, ദേവാലയത്തിലേക്ക് കയറി പോയതാണ്, ഈശോയുടെ സന്നിധിയിലേക്ക് പോയതാണ്, അല്ലെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയതാണ്. ഇപ്പോഴെന്താ അവസ്ഥ എന്താണ്, ദൈവത്തിന്റെ കീർത്തനങ്ങൾ കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുന്നു, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവെ ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള വലിയൊരു ഹൃദയത്തിലൊരു ആനന്ദത്തോടു കൂടി ഇത് അവസാനിക്കുന്നത്. ഇതിന്റെ ഘടന മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വിലാപ സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ജീവിതം തന്നെയാണ്. അത് വിലാപത്തിന്റെ സങ്കീർത്തനങ്ങളുടെ ഈ ഘടനയുണ്ടല്ലോ, പൊതുവാട് രൂപമുണ്ടല്ലോ, ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ രൂപം നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഈ തരത്തില് കർത്താവ് തിരുസന്നിധിയിലേക്ക് ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് കർത്താവിൽ നിന്ന് ശക്തിയും ബലവും നമ്മൾ സ്വീകരിക്കുന്നിടത്തോളം കാലം, ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ആറ്റുതീർത്ത് നട്ട തഴച്ചു വളർന്ന വൃക്ഷം പോലെ നമ്മുടെ ജീവിതമായി തീരുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. 5, 7, 17, 27, 26 എന്നീ സങ്കീർത്തനങ്ങൾ സ്വന്തം നിഷ്കളങ്കത പ്രഖ്യാപിക്കുന്നവയാണ്. നമ്മൾ വിലാപ സങ്കീർത്തനങ്ങളെ കുറിച്ച് പറയുകയാണ് കേട്ടോ. ശത്രുവിന്റെ നാശമാണ് 109 സങ്കീർത്തനത്തിന്റെ മുഖ്യ വിഷയം. അപ്പം ഓരോന്നിലും ഇങ്ങനെ മുഴച്ചു നിൽക്കാന്ന് പറയും. ഇങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചിലപ്പോൾ വിലാപ സങ്കീർത്തനത്തിൽ ഉണ്ടായേക്കാം. ഇതിൽ പൊതുവായിട്ടുള്ള ഘടനയാണ് നമ്മൾ മുമ്പിൽ പറഞ്ഞത്. 4, 11, 16, 23, 27, 1 മുതൽ 6 വരെ, 62, 131, 125 എന്നീ സങ്കീർത്തനങ്ങൾ കർത്താവിലുള്ള ആശ്രയവും ആത്മവിശ്വാസവും മാത്രം പ്രകടമാക്കുന്നവയാണ്. 3-ാം സങ്കീർത്തനം വ്യക്തിഗത വിലാപമാണ്. 3-ാം സങ്കീർത്തനം എടുത്ത് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്, പഠന വിധേയമാക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കുമല്ലോ. 3-ാമത്തെ സങ്കീർത്തനം നമുക്കൊന്ന് എടുക്കാം. 3-ാം സങ്കീർത്തനം എടുത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉറക്കെ നമ്മൾ വായിക്കുകയാണ്. എല്ലാവരും കൂടെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 3-ാം സങ്കീർത്തനം അപകടത്തിൽ ആശ്രയം എന്നാണ് ആ സങ്കീർത്തനത്തിന് ഹെഡിങ്. എല്ലാവരും എടുത്ത് ഒന്ന് കരുതുന്നു, നമുക്ക് വായിക്കാം. കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവരെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു. കർത്താവെ, അങ്ങാണ് എന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും. എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയം പിടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. 3-ാമത്തെ സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദാവീദ് തന്റെ മകനായ അബ്സലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനമാണ്. നമുക്കറിയാം, ദാവീദ് രാജാവ് കർത്താവിന്റെ അഭിഷിക്തനാണ്, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ കുറിച്ചാണ് നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തില്
ഏറെ വിഷമങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ ഒക്കെ ദാവീദ് രാജാവ് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ ഹൃദയം കർത്താവിനോട് ചേർന്ന് നിന്നു. അണുവിട മാറാതെ തൻ്റെ എല്ലാ അവസ്ഥകളിലും, പാപങ്ങളിലും രോഗങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം കർത്താവിനോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമാണ് ദാവീദ് രാജാവിൻ്റെത്. 2 സാമുവേൽ 15:30 നാം പ്രകാരം കാണുന്നു. ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവളോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തല മൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. ഇപ്പൊ എന്താ നമ്മൾ കാണുന്നത്? എല്ലാവരും കരയുകയാണ്. കർത്താവിന് മുമ്പിലാണ് കരയുന്നത്. കർത്താവിന് മുമ്പിലാണ് തങ്ങളുടെ വിഷമങ്ങളെല്ലാം അവർ തുറന്നു വയ്ക്കുന്നത്. സങ്കീർത്തന ഗ്രന്ഥത്തിലുള്ള 1-ാമത്തെ വിലാപ സങ്കീർത്തനമാണ് ഈ 3-ാം സങ്കീർത്തനം. കർത്താവിൽ ശരണം വെച്ചിരിക്കുന്നവർ ഭാഗ്യവാനാണ് എന്ന 2-ാം സങ്കീർത്തകന്റെ പ്രസ്താവനയുടെ വിശദീകരണമാണ് ഈ 3-ാം സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ 3-ാം സങ്കീർത്തനത്തിന്റെ ഘടന ഒന്ന് മനസ്സിലാക്കാം. 3 പാദങ്ങളായിട്ട് തിരിക്കുവാണ് ഈ 3-ാം സങ്കീർത്തനത്തെ. 1 മുതൽ 3 വരെ വാക്യങ്ങൾ, 4 മുതൽ 6 വരെ വാക്യങ്ങൾ, 7 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇതില് 1-ാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ഇതിൽ 1-ാമത്തെയും 3-ാമത്തെയും പാദങ്ങളില് സങ്കീർത്തകൻ കർത്താവിനോട് നേരിട്ട് നടത്തുന്ന സംഭാഷണമാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ 2-ാം പാദത്തിൽ 4 മുതൽ 6 വരെ വചനങ്ങളില് സങ്കീർത്തകൻ ജനത്തോട് സംഭാഷിക്കുന്നു. കർത്താവ് എന്ന യാഹ്വേ എന്ന സബ്ജ ഓരോ പാദത്തിൽ 2 പ്രാവശ്യം വീതം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ പാദത്തിന്റെയും ആദ്യഭാഗം പ്രാർത്ഥനയും വിലാപമോ ക്ലേശ വിവരണമോ ആണ്. 2-ാം ഭാഗം കർത്താവിലുള്ള വിശ്വാസ പ്രഖ്യാപനമോ അനുഭവ സാക്ഷ്യവുമാണ്. അതായത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ വിഷമങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ തുറന്നു പറയുന്നു. അപ്പോഴെന്ത് ലഭിക്കുന്നു? ദൈവത്തിലുള്ള വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ അല്പം വിപുലമായിട്ട് ഈ സങ്കീർത്തനത്തെ കാണുകയാണ്. 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. 3 പ്രാവശ്യം വീതം ആവർത്തിക്കുന്ന 2 പദങ്ങളുണ്ട്. അനേകർ, രക്ഷിക്കുക. അനേക ശത്രുക്കളെ സൂചിപ്പിക്കുന്ന രക്ഷിക്കുക കർത്താവിന്റെ പ്രവൃത്തിയാണ്. മറ്റൊരു ആവർത്തനമാണ് ഉണരുക. കർത്താവെ ഉണരണമേ. ശത്രുക്കൾ സങ്കീർത്തകന് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നവരാണ്. സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്കൊരു യുക്തഭാഷ കാണാനായിട്ട് സാധിക്കും. ഈ 3-ാം സങ്കീർത്തനത്തിൽ ശത്രുക്കൾ, ഉണരുക, പാളയം അടിക്കുക എന്നീ പദങ്ങൾ പ്രകടമായ ഭാഷയാണ്. ഇതിന് മറുപടി എന്നോണം സങ്കീർത്തനം പറയുന്നു, കർത്താവ് പരിചയാണെന്ന്. കർത്താവെ ഉണരണമേ എന്ന പ്രയോഗം ഇസ്രായേലിന്റെ ജിഹാദ് ഭാഷയാണ്. ജിഹാദ് ഭാഷ എന്ന് പറഞ്ഞാൽ യുക്തഭാഷ. സങ്കീർത്തനം 7-ാം സങ്കീർത്തനം 6-ാം വചനം, 9-ാം സങ്കീർത്തനം 19-ാം വചനം, 10-ാം സങ്കീർത്തനം 12-ാം വചനം എന്നിവയിലെല്ലാം കർത്താവെ ഉണരണമേ എന്ന പ്രയോഗം കാണാവുന്നതാണ്. സങ്കീർത്തകനെ കായികമായി ആക്രമിക്കുന്ന ശത്രുവിനെ കർത്താവ് കായികമായി തന്നെ നേരിടുമെന്ന് 7-ാം വാക്യം രേഖപ്പെടുത്തുന്നു. അതായത് കായികമായിട്ട് ശത്രുക്കൾ സങ്കീർത്തനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവും കായികമായി തന്നെ നേരിടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രത്തെ നോക്കിയാൽ നമുക്ക് ഈ സത്യം കാണാനായിട്ട് സാധിക്കും. കായികമായി ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെയെല്ലാം കർത്താവാണ് കായികമായിട്ട് എതിരിടുന്നത്. പുറപ്പാട് 14 നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. 2 മക്കമായർ 3:26 നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. ഇസ്രായേൽ ദേവാലയത്തിലേക്ക് ശത്രുക്കളെ ഇരച്ചു കയറി. അപ്പോൾ അവര് കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് കയറി അതൊക്കെ നശിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു കുതിര പുറത്ത് ഇരിക്കുന്ന ഒരാള് പ്രത്യക്ഷപ്പെടുകയാണ്. അതോടൊപ്പം 2 പേര് അവിടെ വിശ്വസ്തത നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അയാളെ പ്രഹരിക്കുകയും അയാളെ താഴെ വീഴുകയെല്ലാം ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, കർത്താവിന് ദൂതൻ പാളയത്തിൽ ഇറങ്ങി അനേകായിരങ്ങളെ വധിച്ചുവെന്ന് നമുക്ക് ഇസ്രായേലിന്റെ ഈ പുസ്തകം 2 മക്കമായരുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ പഴയ നിയമ ഗ്രന്ഥ പല പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ശത്രുവിനെ നേരിടുന്നത് കർത്താവാണ്. ആ നേരിടാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ്. അന്ന് ഇസ്രായേൽക്കാർ നേരിട്ട ശത്രുവിനെ ഇന്നും നമ്മൾ
നേരിടുന്നുണ്ട്. അത് ബാഹ്യമായ ശത്രുക്കളാകാം, തിന്മ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളാകാം. ഇവയിൽ നിന്നെല്ലാം ഇന്ന് നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവാണ്. നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. കർത്താവിന്റെ പരിചയമാണ്. അവിടെ നിന്നെ സംരക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, കർത്താവ് നമ്മളെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഏതെല്ലാം സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തന വചനങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഈ ഇസ്രായേൽക്കാരുടെ ഒരു ചരിത്രമല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ള മരുഭൂമി അനുഭവങ്ങളിൽ നമ്മോട് ചേർന്ന് നിന്ന് നമ്മുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്തവനല്ലേ നമ്മുടെ കർത്താവ്? നമുക്ക് തിരിച്ചറിയാൻ, നമുക്ക് ഓർമ്മിക്കാം. 7-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ വാചിക ആക്രമണം നടത്തുന്ന ശത്രുക്കൾ സങ്കീർത്തകനെ മാനസികമായി തളർത്താനാണ് ശ്രമിക്കുന്നത്. അപ്പൊ വാക്കുകൊണ്ടുള്ള ആക്രമണമാണ്. പക്ഷെ കർത്താവ് സങ്കീർത്തകന്റെ മഹത്വവും അഭിമാനവുമാണ്. തലയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ അവിടുന്ന് അവനെ പ്രാപ്തനാക്കുന്നു. വാക്കുകൾ കൊണ്ട് ചുറ്റി നിൽക്കുന്നവരെല്ലാം വേദനിപ്പിക്കുമ്പോഴും സങ്കീർത്തകൻ തല ഉയർത്തിപ്പിടിച്ചാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? കർത്താവാണ് സങ്കീർത്തകന്റെ അഭയം. സങ്കീർത്തനം 27:6, 110:7 ഇവയിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ശത്രുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? അവർ അപമാന വിധേയരാക്കപ്പെടുന്നു. വാക്യം 7 നമ്മൾ കാണുന്നു, ചെകിട്ടത്തടിയും പല്ല് തകർക്കലും. വലിയ അപമാനമേൽപ്പിക്കുന്നതിന് പ്രതീകങ്ങളാണത്. 1 രാജാക്കന്മാർ 22:4, ജോബ് 16:10, മിക്ക 4:14, ബിലാപം 3:30, മത്തായി 5:39, യോഹന്നാൻ 18:22 എന്നിവിടങ്ങളിലെല്ലാം നമുക്ക് ഈ പ്രയോഗം കാണാനായിട്ട് സാധിക്കും. സെമിറ്റിക് സംസ്കാരത്തിൽ ചെകിട്ടത്തടി ശിരശ്ഛേദനത്തേക്കാൾ മോശമാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ വന്യമൃഗങ്ങളായും അവരുടെ ആരോപണങ്ങളിലെ പൊള്ളത്തരം വെളിവാക്കുന്നത് പല്ലുവഴിക്കലായി ചിത്രീകരിച്ച് നമ്മൾ കാണുന്നുണ്ട്. വാക്യം 4 മുതൽ 6 വരെ ദൈവം സുഗന്ധത്തിന് നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നത് കർത്താവിലുള്ള വിശ്വാസമാണ്. ഏറെ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് സഹായിക്കും എന്ന ഉറച്ച ബോധ്യമാണ് നമുക്ക് വേണ്ടത്. സങ്കീർത്തനം 91:7 പറയുന്നുണ്ടല്ലോ, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. കർത്താവിനുള്ള സങ്കീർത്തകന്റെ വിശ്വാസം കുലുക്കമില്ലാത്തതാണ്. എന്റെ ദൈവമേ എന്ന അഭിസംബോധന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തകന്റെ ആത്മബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു. 4-ാം വാക്യത്തിൽ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് ഉത്തരമരുളുന്നു. ചോദിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസ ഉറപ്പ് പ്രകടമാക്കുന്നു. ജെറുസലേം ദേവാലയത്തിലെ കർത്താവിന്റെ സാന്നിധ്യമാണ് സങ്കീർത്തകന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. 5-ാം വാക്യത്തില് സങ്കീർത്തകന്റെ സുഗന്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തകന്റെ ശരണത്തകവിന്റെ പ്രത്യക്ഷ തെളിവാണ് അദ്ദേഹത്തിന്റെ സുഗന്ധത്തിനെയും പ്രഭാതത്തിലുള്ള എഴുന്നേൽക്കലും. ശത്രു മധ്യത്തിലും ഉറങ്ങാൻ കഴിയുന്നതും ഉണരാൻ കഴിയുന്നതും കർത്തൃകരങ്ങളിൽ താൻ സുരക്ഷിതനാണെന്ന ഉറച്ച ബോധ്യം കൊണ്ടാണ്. കർത്താവിനുള്ള അഭയം നൽകുന്ന നിർഭയത്വമാണിത്. അപ്പോൾ നമുക്കും വേണ്ടത് കർത്താവിനുള്ള ഉറച്ച ബോധ്യം, ഉറച്ച വിശ്വാസം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യവും ഉറപ്പുമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. വാക്യങ്ങൾ 7-8 രക്ഷാനുഭവത്തിന്റെ സാമൂഹിക മാനമാണ് കാണിക്കുന്നത്. അതായത് സങ്കീർത്തകൻ കർത്താവിനും ദൈവജനത്തിനും മധ്യയാണ്. കർത്താവിന്റെ പ്രവർത്തികൾ വിവരിക്കുകയും അവരെ അവിടുന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത പ്രേക്ഷിതനാണ് സങ്കീർത്തകൻ. ഇനി നമുക്ക് ക്രിസ്തുവും ഈ 3-ാം സങ്കീർത്തനവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം.
യാഷ രക്ഷിക്കുക എന്ന ക്രിയാപദം സങ്കീർത്തനത്തിലുടനീളം കാണുന്നു. യേശു എന്ന പേരിന്റെ തന്നെ അടിസ്ഥാന ക്രിയയാണിത്. യഹോശുവ കർത്താവ് രക്ഷിക്കുന്നു, ഹോഷിയാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ജെറുസലേമിൽ പാടിയത് ഈശോയുടെ പേരും അത് സൂചിപ്പിക്കുന്ന ദൗത്യവും പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെയാവണം. ഇസ്രായേൽക്കാർ നെല്ല് പോലെ യേശുവിനെ കണ്ടു. അതെ, വരാനിരിക്കുന്ന രക്ഷകന്റെ ആ രക്ഷയുടെ സാന്നിധ്യം അവർ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഈ യേശുവിനെ മനസ്സിലാക്കുന്നത്? അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. രക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നു, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിക്കുകയും ചെയ്തു. യോഹന്നാൻ 7:37 പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. അതെ, ജീവജലം നൽകുന്ന യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന, അടുത്ത് ജീവിക്കുന്ന നമ്മുടെ ആ വലിയ ഭാഗ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രക്ഷ സ്വീകരിക്കുവാൻ, ആ കൃപ സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.